ബിഗ് ബോസ് മലയാളം സീസൺ 4 ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസിനു മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല താരം. എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു. ഷോയിൽ നിന്ന് പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടെങ്കിലും 4ാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും. ഇപ്പോഴിതാ മാധ്യമങ്ങളോട് സംസാരിക്കവേ റോബിൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ചും 2024 തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം റോബിൻ സംസാരിക്കുന്നുണ്ട്. വളരെ സ്റ്റേജ് ഫിയർ ഉള്ളൊരാളായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഞാനാണ് ഒരു ഘട്ടത്തിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കാറിന് മുകളിൽ നിന്ന് അലറി വിളിച്ച് സംസാരിച്ചത്. അത് ഞാനിപ്പോൾ മറികടന്നു. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിലേ നിൽക്കാറുള്ളൂ. പണ്ടത്തെ പോലെ അലർച്ചയൊക്കെ 2024 അവസാനിപ്പിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ആരതി വന്നതിന് പിന്നെ അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അടുത്ത 16-ന് ഞങ്ങളുടെ വിവാഹമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കാൻ പോകുന്നത്. എൻഗേജ്മെൻറ്റ് നടന്ന ദിവസം തന്നെയാണ് വിവാഹവും. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം അറിയാനൊന്നും തന്നെയില്ല. കഴിഞ്ഞ 2 വർഷം കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് നന്നായി തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ആരതി എന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ബെറ്റർ വേർഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മാറ്റണമെന്ന് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെന്നതല്ലാതെ മറ്റൊരു മാറ്റം ഇല്ല. ബഹളം വയ്ക്കുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ജീവിതത്തിലുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ശ്രമിക്കണം. അങ്ങനെ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ ഒരു മെഡിക്കൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. 5 വർഷത്തെ കോൺട്രാക്റ്റാണ്. അത് കഴിഞ്ഞ് മാത്രമേ സിനിമയുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. നല്ലൊരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് സമയമെടുത്ത് സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും. വിവാഹത്തിന് പുതിയ കാറോ സ്ത്രീധനമോ ഒന്നുമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം കുറച്ച് സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നുവെന്ന് മാത്രം ആഗ്രഹം. എന്നെ സംബന്ധിച്ച് വിവാഹം എന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ആഗ്രഹം കാണും. പൊടിയുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പൊടിയിപ്പോൾ സൂറത്ത് പോയിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ. എൻ്റെ വിവാഹ വസ്ത്രങ്ങളൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നും റോബിൻ പറഞ്ഞു. ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ വിവാഹ തീയതി പരസ്യമാക്കിയ റോബിനും ആരതി പൊടിയും രംഗത്തെത്തുന്നത്. തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു. തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ്. എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് പണ്ടത്തേക്കാൾ ഇഷ്ടം ഇപ്പോഴുള്ള റോബിൻ ചേട്ടനെയാണ് എന്നും ആരതി വെളിപ്പെടുത്തിയിരുന്നു.